ഈ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജിയോ പൊളിറ്റിക്സ് ഒന്നുമല്ല, പക്ഷേ ജിയോ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫുഡ് ഐറ്റമാണ് നമുക്ക് എഗ് എന്ന് പറയുന്നത്, അതായത് കോഴിമുട്ട. മനസ്സിലാക്കേണ്ടത്, ഈ ബ്രിട്ടീഷ് ആൾക്കാർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സിറ്റിസൺസ്, ഈ കോഴിമുട്ടയോട് ഭയങ്കര താല്പര്യമുള്ളവരാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഒരു ബ്രിട്ടീഷുകാരൻ ഒരു വർഷം 200ഓളം കോഴിമുട്ട കഴിക്കുന്നുണ്ട് ഒരു വർഷം. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പം ആലോചിച്ചു എത്ര ബില്യനായിരിക്കും അവിടെ ഓരോ വർഷം കോഴിമുട്ടകളുടെ ചെലവ്. പക്ഷെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അവിടെ കോഴിമുട്ടയുടെ വിലയിൽ 18 മുതൽ 25-30% വർധനയുണ്ടായി. അതായത് കോഴിമുട്ട ഒരു സാധാരണ ബ്രിട്ടീഷുകാരൻ, ഞാനീ പറയുന്നത് വെറും സാധാരണക്കാരൻ, വളരെ ലോവറായിട്ടുള്ളൊരു ഇൻകം ഉള്ള ആൾക്ക് അതിൻ്റെ വില പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ആ രീതിയിലോട്ട് അത് മാറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റിപ്പോർട്ടിംഗ് ഉണ്ട്. ടെലഗ്രാഫിലും ലണ്ടൻ ടൈംസിലും ലണ്ടൻ ഫിനാൻഷ്യൽ ടൈംസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ബ്രിട്ടനിലൊക്കെ താമസം ഇഷ്ടംപോലെ മലയാളികളുണ്ട്. മറ്റുള്ള മലയാളികൾ അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് ഈ ബ്രിട്ടനിൽ കോഴിമുട്ടയ്ക്ക് ഇത്രയും വില കൂടിയത്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ വളരെ ശക്തമായിട്ട് റഷ്യ ഉക്രൈൻ വാർ നിർത്തണമെന്ന് പറയുന്നതിന് ആവശ്യം എന്താ? ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ വിടാം. കാരണം അവരെ എന്തിനാണ് ഇതൊക്കെ ബാധിക്കുന്നത്? നിങ്ങൾക്കൊരു ഏകദേശ ജിയോ പൊളിറ്റിക്കൽ ധാരണയും കിട്ടി ഈ കോഴിമുട്ടയുടെ പേര് പറയുമ്പോൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഷ്യ ഉക്രൈൻ വാർ അവിടെ കോഴിമുട്ടയുടെ വില 20 മുതൽ 25% കൂടി. അപ്പം നിങ്ങൾ ചോദിക്കും, റഷ്യ ഉക്രൈൻ വാറിൽ ബ്രിട്ടനിലെ കോഴിമുട്ടയ്ക്ക് എന്തിനാണ് വില കൂടുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു സാധാരണ ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് അവിടെ ബ്രിട്ടൻ ഉക്രൈൻ റഷ്യ വാറിൽ കോഴിമുട്ടയുടെ വില കൂടിയത്? ഈ കോഴിക്ക് കൊടുക്കുന്ന തീറ്റയുണ്ടല്ലോ, ഇത് വരുന്ന ഉക്രൈനിൽ നിന്ന്, അത് പ്രോപ്പറായിട്ട് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മുട്ടയുടെ വില കൂടി. മറ്റൊരു ഫാക്ടർ ബേർഡ് ഫ്ലൂ, അതായത് ഈ പക്ഷിപ്പനി. ഒത്തിരി കോഴികളൊക്കെ ചത്തുപോയി. അതിനിങ്ങനെ സർക്കിളായിട്ടാണ്. അപ്പൊ അതിൻ്റെ ഒരു കാരണം. പിന്നെ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോപ്പറായിട്ട് ഫ്യൂവൽ, അതായത് ഇന്ധനം, ഓയിൽ കിട്ടുന്നില്ല, എനർജി ഇഷ്യൂ. അതിൻ്റെ 3 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും ബ്രിട്ടനിൽ കോഴിമുട്ട സാധാരണ എല്ലാവരും കഴിക്കുന്നത് അതിൻ്റെ വില കൂടാനുണ്ടായ കാരണം ഇതിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. ഒന്ന്, ഈ പറയുന്ന ഫീഡ്, കോഴിക്ക് കൊടുക്കുന്ന ഫീഡും അതേപോലെ ആനിമൽ ഫുഡ്, അതിൻ്റെ ഫീഡൊക്കെ വരുന്നത് ഉക്രൈനൊക്കെ. അതുകൊണ്ടാണ് ഉക്രൈനെ വേൾഡിൻ്റെ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്, ഫുഡ് ബാസ്ക്കറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടി എന്തുകൊണ്ടാണ് അതായത് ബ്രിട്ടൻ ഈ വാർ എത്രയും വേഗം തീരുന്നത് പറഞ്ഞതിൻ്റെ റീസൺ പിടികിട്ടിയത്. കാരണം ആ രാജ്യത്തിൻ്റെ എക്കോണമിയെ ബാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ സപ്ലൈ ചെയിനിനെ കയറി ബാധിച്ചു. അപ്പം സാധാരണക്കാരൻ മുട്ട മേടിക്കുന്നവന് പ്രശ്നമായി, മുട്ട കച്ചവടക്കാരന് പ്രശ്നമായി, മുട്ട ഫാം ചെയ്യുന്നവന്, കോഴി ഫാം അവന് പ്രശ്നമായി, മറ്റുള്ള മീറ്റ് പ്രോഡക്റ്റ് അതിന് പ്രശ്നമായി, അവൻ്റെ ഫുഡ് പ്രോഡക്റ്റ് അതിന് പ്രശ്നമായി. ഇപ്പം എനിക്കൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം, എക്കോണമിക് പ്രാധാന്യം ഇത്രമാത്രം ഉണ്ടാകാനുണ്ടായ കാരണം. അതുകൊണ്ട് ഈ ബ്രിട്ടനിൽ മുട്ട കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, കാരണം വില കൂടി. പഴയ പോലെയുള്ള സപ്ലൈ ചെയിൻ ഇല്ല. കാരണം ഈ ഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞിട്ട് മുട്ടയുടെ ഫാമിങ്ങിൻ്റെ ഉൽപ്പാദനവും കുറഞ്ഞു. കാരണം അത്രയും വില കൂടുതലായിട്ട് വില കൊടുത്ത് ഫാമിംഗ് സാധനം മേടിച്ച് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം അത് മേടിക്കുന്നവരുടെ പർച്ചേസിങ് പവർ, കാരണം അവർ ഒരു ഏകദേശ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് ഒരു വർഷം 200 മുട്ട, അപ്പം അതിൻ്റെ കുറവുണ്ടായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത റിസർച്ച് വരുന്നു, ബ്രിട്ടനിലുള്ളവരുടെ ആരോഗ്യത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് ഞാൻ ഈ പറയുന്നത് ചെറിയ ഗ്ലോബൽ ഇഷ്യൂ. അതായത് ഇത് റഷ്യ ഉക്രൈൻ ചെറിയ ഇഷ്യൂ അല്ല. അത് എവിടെ തുടങ്ങിയിട്ട്
ഞാൻ ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെ വാക്ക് ഉപയോഗിക്കരുത്. എവിടെ തുടങ്ങി അത് എങ്ങോട്ട് പോയി അത് തിരിച്ചൊരു സാധാരണക്കാരിലോട്ട് വരും. അതാണ് ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് പഴയ പ്രാധാന്യമല്ല കോവിഡിന് ശേഷം ഉണ്ടായത് ജനങ്ങൾ അതിനെ കാണുന്നത്. കോവിഡിന് ശേഷമാണ് ലോകത്തും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും പിടികിട്ടിയത് എവിടെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായ അതൊരു സാധാരണക്കാരുടെ ഇഷ്യൂവിലോട്ട് പോവുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോഴിമുട്ടയിൽ വരെയാണ് എത്തി നിൽക്കുന്നത്. അതാണ് ജിയോ പൊളിറ്റിക്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ടോപ്പിക് അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും. ചെറിയൊരു വാർ എവിടെങ്കിലും മിഡിൽ ഈസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന എവിടെ നമ്മുടെ സാധനങ്ങൾക്ക് പെട്ടെന്ന് വില കൂടുക. കാരണം സപ്ലൈ ചെയിൻ മാറി, ഓയിലിന്റെ വില മാറി. സി ദ വേ. അതേപോലെ സൂയസ് കനാലിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, ഇൻഫ്ലേഷൻ കൂടി, ഗ്ലോബൽ ചെയിനെ ബാധിച്ചു, അത് സാധാരണക്കാരനെ ബാധിക്കാതെ തുടങ്ങി. ഇതെല്ലാം ക്ലബ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിന്റെ അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്യും. എനർജി വരണം, അത് റഷ്യയിൽ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്ന് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ബന്ധപ്പെട്ട ഓരോ രാജ്യങ്ങൾ ഈ ചെയിനായിട്ട് സപ്ലൈ ചെയിൻ ഇതൊക്കെ വെച്ച് ഓരോന്നും ജിയോ പൊളിറ്റിക്സിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കണം. അത് ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകും, അടുത്ത സ്റ്റേറ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റ് മേളിൽ വരും. ഇതെല്ലാം സാധാരണക്കാരനെ ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇവിടുന്നായി പോകുന്നേ. ഇതെല്ലാം ഇതിനകത്ത് ഘടകമാണ്. ഈ പണം കൊണ്ട് പല ആൾക്കാരും ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും അതും ഇതും ചവറ് ഇതേപോലെ ഈ കമ്പനികൾ ഇതിലൊക്കെ കയറി ബാധിക്കും പെട്ടെന്ന്. അതെന്നെ ഇൻട്രസ്റ്റ് ചെയ്യുമ്പം ഞാനൊരു കാര്യം പറയും. ഇപ്പം ഡൽഹിയിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ ബിസിനസ്സുകാരുണ്ട്. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പണം ഇടുന്നവരാ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുമ്പോൾ ഇവരെല്ലാം റെസ്റ്റോറൻറ്റിലും വൈകുന്നേരം ബാറിലും ഒക്കെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ താഴെ കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാം അവിടുത്തെ ഈ വലിയ വലിയ ബാറുകളും റെസ്റ്റോറൻറ്റും 5 സ്റ്റാർ ഹോട്ടലിൽ പെട്ടെന്ന് കാരണം ആൾക്കാരൊക്കെ കുറേ. കാരണം എൻ്റെ വീടിന് ചുറ്റും ഒരു 3 5 സ്റ്റാർ ഹോട്ടലുണ്ട്. പെട്ടെന്ന് അവർ വൈകുന്നേരത്തെ ഗെറ്റ് ടുഗദറും റെസ്റ്റോറൻറ്റിലെ റഷോ ഒന്ന് മാറി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടി കാണും ഓരോ ഇഷ്യൂവിനും അതിൻ്റെതായ ഒരു ജിയോ പൊളിറ്റിക്കൽ കളറുണ്ട്. അത് സാധാരണക്കാരൻ്റെ ജീവിതവുമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് ഓരോ രാജ്യത്തെയും മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും മറ്റുള്ള രാജ്യത്ത് നടക്കുന്ന ഓരോ ഇഷ്യൂവിനും പ്രാധാന്യമുള്ളത്. എനിക്ക് മൊട്ടേൻ്റെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് താമസിക്കുന്ന മലയാളികൾക്കും ഓരോ സാധാരണക്കാരനും പിടികിട്ടു. ഇത് ഇഷ്യൂ ആണ്, അവിടെ യുദ്ധമുണ്ട്, എൻ്റെ മുട്ടയെ വരെ ബാധിക്കും. സിമ്പിളാണ് ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പം അതിനെ വരെ ബാധിക്കുന്നതാണ് ഇന്നത്തെ ഓരോ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ.
അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.